ഇപ്പം അബ്രോഡ് പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ എത്ര വയസ്സ് വരെ ആക്ച്വലി പ്രായപരിധി ഉണ്ട് പോയിട്ട് പഠിക്കാനുള്ള? അങ്ങനെ ഒരു പ്രായപരിധി മിക്കയിടത്തും പറയുന്നില്ല. മെയിനായിട്ട് ഓരോ കൺട്രിയുടെ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ പ്രായമുള്ളൊരു, ഫോർ എക്സാമ്പിൾ ഒരു 40+ ഏജ് ഉള്ള ഒരാൾ എന്തുകൊണ്ട് അബ്രോഡ് പോയി പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി ചോദിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ലൈക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. നമ്മളത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു എന്ത് പർപ്പസ് ഓഫ് സ്റ്റഡിങ് എന്താണെന്ന് കാണിക്കണം. അല്ലെ പിന്നെ നമുക്ക് അതുപോലെ ഒരു പ്രോപ്പർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഈവൻ റീസെൻ്റ്ലി കഴിഞ്ഞ ഇൻടേക്കിൽ നമുക്കൊരു 38 ഏജ് ഉള്ള ഒരു ആർക്കിടെക്ട് പുള്ളിയുണ്ട്, നമ്മൾ അഡ്മിഷൻ UK ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് പോസിബിൾ ആണ്. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടണമെന്നില്ല. മാത്രമല്ല വിസ സ്റ്റേജിലും ചില കോംപ്ലിക്കേഷൻസ് വരാം. ഈ ഇത്ര ഏജ്ഡ് ആയ പ്രൊഫൈൽ എന്തിനാണ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നത്? നിങ്ങളുടെ ഫാമിലി ആരൊക്കെയാണുള്ളത്? ഫാമിലിയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡും വൈഫും, ലൈക്ക് വൈഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആര് നോക്കും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ലൈക്ക് വിസ ഓഫീസേഴ്സ് ചോദിച്ചേക്കാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു നല്ലൊരു ആൻസർ കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ റീസൺസ് ഒക്കെയാണ് മെയിനായിട്ട്. അതായത് കൺട്രീസിലൊന്നും അങ്ങനെ ഏജ് ലിമിറ്റ്സ് ഒന്നും പറയുന്നില്ല. എന്നാലും യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഒരു 35 വരെയൊക്കെ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ ഒരു 40 വരെയും വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. ജനറൽ നമ്മളൊരു ഏജ് ലിമിറ്റ് പറയുന്നത്.